നമസ്കാരം. ഇത് വെഡ്ഡിങ് മാട്രിമോണി കോയമ്പത്തൂർ നിന്നാണ്. നമ്മൾക്ക് ഞാനെന്നും പറയാനുള്ള ചില കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ഫാം ഹൗസ് ചെയ്യുന്ന ആൾക്കാർ പാലക്കാട് നിന്ന് നമുക്ക് വന്നിട്ടുണ്ട്. ഫാം ഹൗസ് വെച്ച് അവർ കുറേ കൃഷിയുണ്ട്. ഒരു 12 ഏക്കർ 15 ഏക്കർ അങ്ങനെ കൃഷിയുള്ള ആൾക്കാരുണ്ട്. അത്രയും വലിയ അവർക്ക് ഈ ജോബിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് ഈ ജോബിന് പോകേണ്ട ആവശ്യമില്ല. 15 ഏക്കർ കൃഷി നോക്കാൻ തന്നെ അവർക്ക് ആ സമയം വെൽ സെറ്റിൽഡാണ് ആൾക്കാരും, സാധാരണ ലോക്കൽ ആൾക്കാരല്ല. അപ്പോൾ അവർക്ക് ഇതുവരെ കല്യാണം കഴിയാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾക്ക് വിളിച്ച സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി ഒരു തനിയെ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. കാരണം വെച്ചാൽ ഇത്രയും കൃഷിസ്ഥലങ്ങളും എല്ലാം ഉണ്ടായിട്ട് അവരിപ്പോഴും ഏകദേശം 45 എബോ ഏജുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിന് മാരേജ് ചെയ്യാൻ അവർ ഫസ്റ്റ് മാരേജാണ്. അതിന് മാരേജ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് ലേഡീസിൻ്റെ ഭാഗത്ത് അവർ ഒരു ഡിമാൻഡും ഇല്ല, സെക്കൻഡ് മാരേജ് ആണെങ്കിൽ നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെയുള്ള കർഷകരെ കല്യാണം കഴിക്കാനുള്ള താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കർഷകരുമാണ്, പിന്നെ അതുപോലെ ഗവൺമെൻറ് ജോബിലുള്ള ആൾക്കാരുമുണ്ട്. അവരും ഇതുപോലെ വെയിറ്റിംഗ് ഉണ്ട് കുറേ പേര്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ആരൊക്കെ കാണും, ഇപ്പോൾ ഇന്ന സ്ഥലമൊന്നുമില്ല, പാലക്കാട് തന്നെ നോക്കണമെന്നില്ല, അവർക്ക് എവിടെയാണെങ്കിലും നോക്കാനുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം എനിക്ക് വിഷമമായി. കാരണം വെച്ചാൽ ഇത്രയും പണ്ട് മുതലേ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ വിളിച്ചപ്പോൾ നമുക്കൊരു ഇതായി. അതുകൊണ്ട് ആരെങ്കിലും കർഷകരെ കല്യാണം കഴിക്കുക എന്നുള്ള ബേസിൽ ആരെങ്കിലും വരണം. സെക്കൻഡ് മാരേജ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് വില്ലിങ്ങാണ്. അപ്പോൾ ആരാണെങ്കിലും ഒന്ന് വിളിക്കുക, ഈ നമ്പറിലൊന്നുകൊണ്ട് വിളിക്കാം കേട്ടോ. പിന്നെ അതുപോലെ OBCയിൽ ഈഴവെന്ന് മാത്രമല്ല, എല്ലാവരും വിശ്വകർമ്മയിൽ കണ്ടമാനം ലീഡ് വന്നിട്ടുണ്ട്. അതേപോലെ A to Z നമുക്ക് കോയമ്പത്തൂർ ബേസിയായിട്ട് നമ്മളെ ഓഫീസാണെങ്കിലും നമ്മൾ മാക്സിമം ട്രിവാൻഡ്രം മുതൽ കോഴിക്കോട് കാസർഗോഡ് വരെ നമുക്ക് ആൾക്കാർ വന്നിട്ടുണ്ട്. ഓരോ ഇതിലും സ്ഥലത്തും നമ്മളുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല സപ്പോർട്ടീവ് ആയിരിക്കും. ഞാൻ എന്നും പറയുന്നത്, മാട്രിമോണി നമ്മളിവിടെ തുടങ്ങിയത് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ബാക്ക് എൻഡിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരിൻ്റെ പരിശ്രമത്തിലൂടെ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നതും. പിന്നെ അവരൊന്നും കാണുന്നില്ല, ഞങ്ങൾ മാത്രമാണ് ഫ്രണ്ടിൽ, ആരും ഫ്രണ്ടിലൊന്നും വരില്ല. ഇപ്പോൾ കുറച്ച് പേര് കല്യാണം കഴിയാത്ത ആൾക്കാർ തന്നെയാണ്. ഓപ്പണായി പറയാം, നമ്മൾക്ക് അതിനൊന്നും ഒരു മടിയില്ല. കല്യാണം കഴിയാത്ത ആൾക്കാർ തന്നെ ഒരു കൂട്ടായ്മയാണ് ഈ മാട്രിമോണിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായല്ലോ, കല്യാണം കഴിയാത്ത ഒത്തിരി ആൾക്കാർ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു മാട്രിമോണിയാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും അതിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അറിയാം. ചിലർ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, പിന്നെ ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ബാക്കിൻ്റെ ഒരു വലിയ വിങ് തന്നെയാണ് ഈ മാട്രിമോണിയുടെ ബാക്കിൽ ഉള്ളത്. അതായത് തമിഴ്നാട് ആയിക്കോട്ടെ, കേരളം ആയിക്കോട്ടെ, ആന്ധ്ര ആയിക്കോട്ടെ, തെലുങ്കാന ആയിക്കോട്ടെ, ഈ 4 സ്റ്റേറ്റിലും നമ്മൾ ആൾക്കാർ തന്നെയാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലായിരുന്നു. ഇപ്പോൾ അതല്ല, പ്രൊഫഷണലായിട്ട്